രുചീഷ്, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും ചരിത്ര മുഹൂർത്തം. 3 തവണ തുടർച്ചയായി പ്രധാനമന്ത്രിയാകുക എന്ന നെഹ്റുവിന്റെ റെക്കോർഡിന് ഒപ്പം എത്തുകയാണ് നരേന്ദ്രമോദി. പക്ഷേ അപ്പോഴും ഈ 3ാം മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികൾക്ക് മുന്നിൽ പല ഘട്ടങ്ങളിലും കീഴടങ്ങി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ബി.ജെ.പിക്ക്. അവരുടെ അഭിപ്രായങ്ങൾ വളരെ നിർണായകമാകുന്ന ഒരു മന്ത്രിസഭാ രൂപീകരണമാണ്. പലപ്പോഴും മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴാണ് അറിയാറുള്ളത് പലരെയും. പലപ്പോഴും സസ്പെൻസുകൾ വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഈ അവസാന നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച്, വകുപ്പുകൾ സംബന്ധിച്ച് ഒക്കെ അവസാന നിമിഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ 3ാം മോദി സർക്കാർ കഴിഞ്ഞ 2 സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. മുന്നണിയാണ് ഇത്തവണത്തെ സർക്കാർ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ 2 തവണയും കേവല ഭൂരിപക്ഷം ബി.ജെ.പിക്കുണ്ടായിരുന്നു. ഇത്തവണ 240 സീറ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഘടകകക്ഷികളുടെ വാക്കുകൾ കൃത്യമായി തന്നെ കേൾക്കാൻ ഒരു സാഹചര്യം എങ്കിലും ഇത്തവണത്തെ സർക്കാർ രൂപീകരണത്തിന് ഉണ്ട് എന്നത് പ്രധാനമാണ്. കഴിഞ്ഞ 2 തവണയും ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുത്താൽ മതിയായിരുന്നു. ഒരു സർവാധിപത്യം തീരുമാനങ്ങളിലെല്ലാം കാണാമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വകുപ്പുകളുടെ വിഭജനത്തിൽ കുറച്ചുകൂടി കടുംപിടുത്തം ബി.ജെ.പി പിടിച്ചെങ്കിൽ കൂടി മറ്റ് പല കാര്യങ്ങളിലും ഈ ഘടകകക്ഷികളുടെ തീരുമാനങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നയരൂപീകരണങ്ങളിൽ പോലും ഘടകകക്ഷികൾ ഇടപെടും എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ടി.ഡി.പിയുടെയും ജെ.ഡി.യുവിൻ്റെയൊക്കെ പ്രതിനിധികളുടെ വാക്കുകളിൽ നിന്ന് കാണാമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ബി.ജെ.പി അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുന്ന അഗ്നിപഥ് പദ്ധതി അടക്കം പുനഃപരിശോധിക്കണമെന്ന് ജെ.ഡി.യു പറഞ്ഞത് സത്യത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലാണ് കേട്ടത്. കാരണം ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗമായുള്ള ഒരു അഭിമാന പദ്ധതിയെ പുനഃപരിശോധിക്കണമെന്ന് ഏറ്റവും വലിയ ഘടകകക്ഷികളിൽ ഒരാളായ ജെ.ഡി.യു വിഭാഗം പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിൽ ചർച്ചയുണ്ടായിരുന്നു. അതോടൊപ്പം ടി.ഡി.പി മുസ്ലിം സംവരണം, പ്രത്യേകിച്ച് നമ്മൾ ബി.ജെ.പിയുടെ കാര്യത്തിൽ എല്ലാ കാലത്തും പറയുന്നത് ഈ മതപരമായി ഉണ്ടാക്കിയ ഭിന്നതയൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് മുസ്ലിം സംവരണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ടി.ഡി.പി പറയുന്നത്. അങ്ങനെ സർക്കാരിലേക്ക് പോകുമ്പോൾ പോലും ബി.ജെ.പിയെ ഇത്തരത്തിൽ ആശയക്കുഴപ്പത്തിലാക്കാൻ പോലും കഴിയുന്ന തരത്തിൽ സഖ്യകക്ഷികൾക്ക് ശക്തി നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ സീറ്റുകൾ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു വാങ്ങാൻ ഇവർ തയ്യാറായി എന്നുള്ളതാണ്. 6 കേന്ദ്രമന്ത്രി വരെ വേണം എന്ന തുടക്കത്തിൽ തന്നെ ടി.ഡി.പി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. 5 സ്ഥാനങ്ങൾക്ക് വേണ്ടി ജെ.ഡി.യു ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും അത് 2ലേക്ക് ചുരുങ്ങിയെങ്കിൽ കൂടി തുടർന്നും കൂടുതൽ പാക്കേജുകളും മറ്റും കൊടുത്ത് മാത്രമാണ് അതിലൊരു സമവായത്തിലെത്താൻ ബി.ജെ.പിക്ക് സാധിച്ചത്. അത്തരത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗിനെയും അമിത്ഷായെയും ജെ.പി നദ്ദയെയും നിയോഗിക്കേണ്ട ഘട്ടം വരെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ സഖ്യകക്ഷികളോട് സംസാരിച്ച് ഒരു സമവായത്തിലെത്തി മാത്രമായിരുന്നു ഈ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോലും കടക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചത്. കഴിഞ്ഞ 2 തവണയും അങ്ങനെ ആയിരുന്നില്ല. ബി.ജെ.പിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്ന, അവരുടെ ഇടയിൽ മാത്രം നടക്കുന്ന ഒരു ചർച്ചയിൽ സാധിക്കുമായിരുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇത്തവണ അത് വളരെ വിശാലമായി തന്നെ ഒരു ചർച്ചയ്ക്ക് ഒരു സാധ്യത തുറന്നിട്ടു എന്നത് കഴിഞ്ഞ 2 സർക്കാരുകളുടെ ഭാഗമായി ചിന്തിക്കുമ്പോൾ വലിയ മാറ്റം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഈ തവണ മന്ത്രിമാരായി വരുന്നതും അത് എല്ലാ ഘട്ടത്തിലും ഈ വലിയ വകുപ്പുകൾ തന്നെ ഈ ചെറു കക്ഷികൾ ചോദിച്ചെങ്കിൽ കൂടി കെട്ടുറപ്പിനെ ബാധിക്കാൻ, സർക്കാരിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ കൃത്യമായി തന്നെ മികച്ച വകുപ്പുകൾ ബി.ജെ.പി കയ്യിൽ വയ്ക്കുക തന്നെയായിരുന്നു. അതിന് സമവായം ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായി അവർ കൂടുതൽ പാക്കേജുകൾ സംസ്ഥാനത്തിന് പദവി വീണ്ടും പിൽക്കാലത്ത് പരിശോധിച്ച് തന്നെ സംസ്ഥാനങ്ങൾക്ക് 2ഉം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് അറിയിച്ച് അങ്ങനെ സമവായത്തിലെത്തിയാണ് ഒടുവിൽ ഈ മന്ത്രിസഭ രൂപീകരണത്തിലേക്ക് പോയത്. എന്തായാലും ബി.ജെ.പി കഴിഞ്ഞ 2 തവണയുള്ളതിനേക്കാൾ കൂടുതൽ ഘടകകക്ഷികളെ കേൾക്കാൻ ഇത്തവണ തയ്യാറായി എന്നത് തന്നെയാണ് ഈ 3ാം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ രുചീഷ്, എന്താണെങ്കിലും രുചീഷ് തുടരുക. രുചീഷിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ഈ സമയം 6:13. ഇനി കൃത്യമായി പറയുകയാണെങ്കിൽ 1 മണിക്കൂറിന്റെ മാത്രം ദൂരമേ ഉള്ളൂ നരേന്ദ്രമോദി സർക്കാർ 3ാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കാൻ. 2019 സമാനമായി ഇപ്പോഴും അവസാന നിമിഷം ആ സസ്പെൻസ് തുടരുകയാണ്. നരേന്ദ്രമോദിക്കൊപ്പം ആരൊക്കെയാവും സത്യപ്രതിജ്ഞ ചെയ്യുക, ഏതൊക്കെ വകുപ്പുകളാകും? സുരേഷ് ഗോപി അടക്കം കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാകും ലഭിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും
സസ്പെൻസ് നിലനിൽക്കുകയാണ്.